ചില മണ്ടന്മാർ പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലോ അതിന് ലാഭമല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടി ലാഭമാണ്. ഫ്രീ ആയിട്ട് എങ്ങനെ വണ്ടി കിട്ടുന്നത്? അത് ബസ് വാങ്ങാൻ മാത്രമല്ല, ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാൻ. അങ്ങപ്പോൾ ഒരു ബസ്സിന് എത്ര കോടി രൂപയെന്നാണ് അത് മണ്ടനായതുകൊണ്ട് ചോദിക്കുന്നത്, ബുദ്ധിയുള്ളവൻ ചോദിക്കില്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട്, അദ്ദേഹം ഞാനോട് സംസാരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട. അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ലാഭത്തിന്റെ വീതം കൊടുക്കണം എന്നാണ്. ലാഭം ഉണ്ടാകുമ്പോൾ കൊടുക്കും. ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അറിയാം. ആ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോവുക. KSRTC ലാഭം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരുപാട് കടവും 2700 കോടി കടവും പല ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ച ആനുകൂല്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കുടിശ്ശികൾ കിടക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഒരു ദിവസം ഓടുന്നത് വരവും ചെലവും തമ്മിലുള്ള ഓടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ പോകുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ് എന്ന് മലയാളിക്ക് നെഞ്ചിൽ കൈവച്ച് അഭിമാനിക്കാമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ, അതിൽ തന്നെ ഞാൻ 2 വർഷം മന്ത്രിയായി ചുമതല എടുക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ ശരാശരി വരുമാനം കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു. ഒരു ബസ് 113 + 50, ശരാശരി ഒരു ദിവസം 2500 രൂപ. 2500 കൊണ്ട് എന്താവും? അതായത് 1 കിലോമീറ്റർ ഓടുമ്പോൾ 26 രൂപയിൽ താഴെ, 24 രൂപ. അതുകൊണ്ട് എന്താവും എന്നാണ് പറയുന്നത്? ഒരു ബസ് ഓടുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 കിലോമീറ്റർ ഓടുമ്പോൾ 44 രൂപ കിട്ടണം. 44 രൂപ കിട്ടിയാൽ നഷ്ടമില്ല, ലാഭമില്ല. ഒരു ഓർഡിനറി ബസ്സാണെങ്കിൽ 54 രൂപ കിട്ടണം. 54 രൂപ കിട്ടിയാൽ നഷ്ടമില്ല, ലാഭമില്ല. പക്ഷേ KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ നേടിയിരുന്ന 24 രൂപയാണ്. ഇന്ന് അത് നേടുന്നത് 48 രൂപയാണ്. അപ്പോൾ ലാഭമുണ്ടോ? ലാഭത്തിൻ്റെ വീതം തരുമെന്നൊക്കെ ആൾക്കാർ പറയും. ലാഭത്തിൻ്റെ വീതമാണ് കൊടുക്കേണ്ടത്, അല്ല റവന്യൂവിൻ്റെ വീതമല്ല. ലാഭത്തിൻ്റെ വീതം എടുത്താൽ പഴയ നഷ്ടവും ഇപ്പോഴത്തെ ലാഭവും കൂടി ചേർത്ത് കൂട്ടിയാൽ നഷ്ടം തന്നെ, കണക്ക് നഷ്ടം തന്നെ. ആരോ ഒരാൾ ചോദിച്ചിരിക്കുന്നുണ്ട്, പിന്നെ മന്ത്രി പറഞ്ഞു 1133 കോടി രൂപയുടെ പദ്ധതി, നഗരവികസന പദ്ധതി, വണ്ടി വാങ്ങിച്ച പദ്ധതിയല്ല. മണ്ടന്മാർ അത് ചോദിക്കുള്ളൂ. എന്തെന്നറിയാം, ഒരു മണ്ടനെ കൊണ്ടേ അത് ചോദിക്കാമോ? കാരണം വെച്ചാൽ 113 വണ്ടിക്ക് 1 കോടി രൂപ വെച്ച് 113 കോടി അല്ലേ ഒരു മണ്ടൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിക്ക് എത്ര? 1300 ഡ്രെയിനേജ് പണിയാൻ, പൈപ്പ് ലൈൻ കൊടുക്കാൻ, തിരുവനന്തപുരം നഗരത്തിൽ റോഡുകൾ ഇടാൻ, സോളാർ പാനലുകൾ പിടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ എല്ലാ പദ്ധതി കൂടെ ചേർത്തിട്ടാണ് 500 കോടി കേന്ദ്ര സർക്കാരും 500 കോടി സംസ്ഥാന സർക്കാരും 133 കോടി രൂപ 34 കോടി രൂപ കോർപ്പറേഷനും ചെലവഴിച്ചു. ഞാൻ പറഞ്ഞ കണക്ട് ശ്രദ്ധിക്കണം. അത് ബസ് വാങ്ങാൻ മാത്രമല്ല, ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാൻ. അങ്ങപ്പോൾ ഒരു ബസ്സിന് എത്ര കോടി രൂപയെന്നാണ് അത് മണ്ടനായതുകൊണ്ട് ചോദിക്കുന്നത്, ബുദ്ധിയുള്ളവൻ ചോദിക്കില്ല. കാരണം നഗരവികസന പദ്ധതി എന്ന് പറയുന്നത് ഡ്രെയിനേജ് പണിയും റോഡ് പണിയും പിന്നെ കുടിവെള്ള പദ്ധതിയുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് 1134 കോടിയുടെ പദ്ധതി. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഷെയറാണ് കൂടുതൽ. ഓരോ ബസ്സിലും അങ്ങനെ നോക്കുമ്പോൾ ഓരോ ബസ്സിലും ഷെയർ സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലേ, ലാഭമല്ലേ? ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ല. കാരണം ഏതോ ഒരു കമ്പനിക്ക് പണം GST അടച്ച് ബില്ലെഴുതി പണം കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. അതായത് 500 കോടി തന്നതിൻ്റെ ഒരു ഓഹരി കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ ഓഹരി, കോർപ്പറേഷൻ്റെ ഓഹരി, ഇതെല്ലാം വെച്ചുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ല. ചില മണ്ടന്മാർ പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലോ അതിന് ലാഭമല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടി ലാഭമാണ്. ഫ്രീ ആയിട്ട് എങ്ങനെ വണ്ടി കിട്ടുന്നത്? 1 കോടി രൂപ വിലയുള്ള വണ്ടി ബില്ല് കൊടുത്ത് ടാക്സ് അടച്ച് വാങ്ങിച്ചിരിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിക്ക് ലാഭമല്ലയോ എന്ന് ചോദിച്ചാൽ അത് ലാഭമാവുന്നത് എങ്ങനെയാണ്? ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടി വാങ്ങിച്ച വില, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ലിങ്ക് ബസ്സിന് ഏതാണ്ട് 36 ലക്ഷം രൂപയാണ് വില. ഈ 36 ലക്ഷം രൂപ വിലയായിട്ട് കൂട്ടണ്ടേ? 36 ലക്ഷം രൂപ, അതിൻ്റെ ടയർ, അതിൻ്റെ ഡീസൽ, അതിൻ്റെ ശമ്പളം എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് വണ്ടി 1 കിലോമീറ്റർ ഓടിയാൽ എത്ര രൂപ വേണമെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ആ കണക്കനുസരിച്ച് നഷ്ടത്തിൽ തന്നെയാണ്. ആ ലാഭത്തിൻ്റെ വീതം കൊടുക്കാം എന്നല്ലാതെ എഗ്രിമെൻറ്റിൽ എവിടെയും പിന്നെ കിട്ടുന്നതിൻ്റെ ഓഹരി കൊടുക്കാമെന്ന് എവിടെ അതെങ്ങനെ കച്ചവടം ഉണ്ടോ ലോകത്ത് എവിടെയെങ്കിലും? അതായത് വരുമാനത്തിൻ്റെ ഒരു ശതമാനം തരാം എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വരുമാനത്തിൻ്റെ ശതമാനം കൊടുക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലാഭത്തിൻ്റെ വീതം കൊടുക്കണം എന്നാണ്. ലാഭം ഉണ്ടാകുമ്പോൾ കൊടുക്കും. ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അറിയാം. ആ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. കൃത്യമായ കണക്കെടുക്കുകയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്, BCom കൊമേഴ്സ് പഠിച്ചവർക്കറിയാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സാധനമുണ്ട്. കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ഓടാൻ ഒരു വണ്ടിക്ക് എത്ര രൂപ വരും? അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നോട് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അതാണ്, അല്ലാതെ പറയുന്നത് മണ്ടത്തരങ്ങളല്ല. ഇത് നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട്, അദ്ദേഹം ഞാനോട് സംസാരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട. അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ജനങ്ങളെ ഒരു കാര്യം ഉറപ്പ് പറയാം, ജനങ്ങൾക്ക് ബസ് കിട്ടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ബസ്സും കുറയ്ക്കില്ല, ബസ് കൂടുതലേ ഉള്ളൂ. ബസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം KSRTCയുടെ റോഡിൽ ഇറങ്ങി നോക്കൂ, റോഡ് നിറച്ച് KSRTC ബസ്സാണ്. ഓരോ ജീവനക്കാർക്കും അഭിമാനിക്കാം. മറ്റേ റോഡിൽ പോയാൽ ആരുമില്ല. അഖിലേന്ത്യാ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറച്ച് വണ്ടി റോഡിൽ ഓടിയിരുന്നത് കേരളത്തിലാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വണ്ടി റോഡിൽ ഓടുന്നത് KSRTCയാണ്. വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഖിലേന്ത്യാ തലത്തിലുള്ള പഠനത്തിൽ മറ്റ് കോർപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTCയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ്. ആരും പ്രതീക്ഷിക്കാത്ത, KSRTC ജീവനക്കാരോ മാനേജ്മെൻറ്റോ സർക്കാരോ ഞാനോ പ്രതീക്ഷിക്കാത്ത
വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് KSRTCക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. ഇത് തുടർന്ന് പോകണം. അല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിർത്തിയാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് മൂക്കും കുത്തി താഴെ വീഴും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഈ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അതിൻ്റെതായ ശൈലിയിൽ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിന് വിജയിച്ച് കയറാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വലിയ കുഴിയിലേക്ക് മൂക്കുത്തി വീഴും എന്നുള്ളതാണ്